നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. പോക്സോ കേസിൽ അവതാരകനും നടനുമൊക്കെ ആയിരുന്ന കൂട്ടിക്കൽ ജയചന്ദ്രനെ ആരും മറന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പോക്സോ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോഴിക്കോട്ടെ ഒരു കോടതിയിലേക്ക് ചെന്നു. കോടതി പറഞ്ഞു, കസബ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരാവ്, മുൻകൂർ ജാമ്യം തരില്ല എന്ന്. അപ്പോൾ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ എന്താണ് കേസെന്ന് അന്വേഷിച്ചപ്പോഴാണ് 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് കേസ്. ഇതുപോലുള്ള ഏതൊക്കെയോ കേസുകളിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ മുമ്പും അകപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകിൽ വീട്ടുകാർ കൊണ്ടുപോയി ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക, ഇല്ലെങ്കിൽ വീട്ടിലിട്ട് വളർത്തുക. വെളിയിൽ വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്, നാട്ടുകാർക്കും വീട്ടുകാർക്കും. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ക്യാമറാമാൻ, ഏതോ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻ, ഏത് ചാനലിലെന്ന് ഞാൻ അന്വേഷിച്ചില്ല, അന്തർമുഖനായ ഒരു ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് സഹകരിക്കില്ല. പക്ഷേ വേറൊരു ഭർത്താവിൻ്റെ കൂടെ 2 കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യയുമായിട്ട് എന്താ അവിഹിത ബന്ധം ഉണ്ടാവുകയും അവരെ തമ്പാനൂരിലുള്ള ഒരു ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി മാരകമായ കത്തി ഉപയോഗിച്ച് കുത്തി കൊല്ലുകയും അയാൾ കൈത്തണ്ട എന്തോ മുറിക്കുകയോ അല്ലെങ്കിൽ ഈ കുത്തി കൊല്ലുന്നതിനിടയിൽ കത്തി കൊണ്ട് എന്തോ കയ്യിലൊക്കെ മുറിവുമൊക്കെ പറ്റിയ ശേഷം തൂങ്ങി മരിച്ചു ഹോട്ടൽ റൂമിനകത്ത്. ഈ ക്യാമറാമാന് ഞാൻ ചോദിക്കട്ടെ, വേറൊരു ഭർത്താവും മക്കളും ഒക്കെ ഉള്ള ആളിൻ്റെ കൂടെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? കാമുകിയും കൊന്നു, കാമുകനും ചത്തു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അറിയാം. ജാമ്യം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഹൈക്കോടതി എന്തൊക്കെയോ അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിന്. അപ്പം അതിൻ്റെ പിന്നാലെ രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിൻ്റെ പേര്, ചാനൽ ചർച്ചയിലൊക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിലേ ഈ ദിലീപിൻ്റെ ആ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ വീട്ടുകാരെ ആരെയെല്ലാം എന്തെല്ലാം പറഞ്ഞു. അന്ന് ഈ പോലീസ് എവിടെ പോയിരുന്നെന്ന് എനിക്കറിയില്ല. എന്തെല്ലാം പറഞ്ഞു അയാളുടെ വീട്ടുകാരെ, അമ്മയെയും ഭാര്യയും മുൻ ഭാര്യയൊക്കെ ചേർത്ത് വെച്ച് എന്തെല്ലാം പറഞ്ഞു. അയാളുടെ ബെഡ്റൂമിലെ പരാജയം വരെ വെടി പറഞ്ഞു. അത്ര രസകരമായി സംസാരിച്ചവരുണ്ട് ഇവിടെ. അതുപോലെ അതിൽ ഈ കാതിലും കഴുത്തിലും പൊട്ടും കമ്മലൊന്നും ഇടാത്ത ചില കൂട്ടങ്ങൾ വന്നിരുന്നിട്ട് അന്ത്യചർച്ചയിൽ എന്തൊക്കെയോ വിളിച്ച് പറയണ ആളുങ്ങളെ. അതിനൊന്നും ഇവിടെ കേസില്ല. ഇപ്പോൾ വനിതാ കമ്മീഷനും പറയുന്നു രാഹുൽ ഈശ്വറിൻ്റെ പേരിൽ കേസെടുക്കുന്നു സർക്കാരിനോട്. സതീദേവി എന്ന് പറഞ്ഞ മുൻ MP ആണല്ലോ, ഇവിടെ EP ജയരാജൻ്റെ സഹോദരി, അവരും ഇറങ്ങിയിരിക്കുക. കേസെടുത്തേ പറ്റൂ രാഹുൽ ഈശ്വറിൻ്റെ പേരിൽ. അപ്പോൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ ജയിലുകൾ തികയോ എനിക്കറിയില്ല. കോടതി ചെന്നപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ പോലീസ് പറയാണ് രാഹുൽ ഈശ്വറിൻ്റെ പേര് ഞങ്ങൾ കേസെടുത്തിട്ടില്ല. ഇനി രാഹുൽ ഈശ്വറിനെ ചതിക്കാൻ വേണ്ടിയാണെന്നുണ്ട് കേസെടുക്കാത്തൊരു കാര്യത്തിന് ഞങ്ങളിങ്ങനെ മുൻകൂർ ജാമ്യം തരുമെന്ന് കോടതി. എന്നിട്ട് വല്ല വെള്ളിയാഴ്ച വൈകുന്നേരം വല്ലതും പിടിച്ചകത്തിടാനായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. അതിനേക്കാൾ രസം കേരളത്തിലെവിടെ ഏതോ ഒരു ജില്ലയിൽ, പത്തനാപുരത്ത് എവിടെയോ എടുത്ത് ഒരു പെൺകുട്ടി 64 പേര് പീഡിപ്പിച്ചെന്ന്. 12, 13, 14 വയസ്സുള്ളപ്പോൾ പീഡനം തുടങ്ങിയാണെന്ന്. 6-7 വർഷമായിട്ട് 64 പേര് പീഡിപ്പിക്കുകയും ആ പീഡിപ്പിക്കുന്നവന്മാർ അച്ഛൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചും വിഷ്വൽ അയച്ചും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും ഈ 64 പേര് പീഡിപ്പിക്കുന്നവരെ പോലീസിൽ പരാതി കൊടുത്തില്ല എന്നുള്ളതാണ്. നല്ല അച്ഛനും അമ്മയും ആലോചിച്ച്. വല്ലാത്തൊരവസ്ഥയിലൂടെ 44 പേര് പിടിയിലായി. 44 പേര് പിടിയിലായി എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചത് ആ 44 കുടുംബം തകർന്നു എന്നല്ലേ. ദ്രോഹികൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് തകർത്തിട്ടെ. പക്ഷേ ഒരു കേസിൽപ്പെട്ട 44 പേര് പ്രതിയായി അകത്താവുകയും 15 പേരെ ഇനി കിട്ടാനുണ്ടെന്ന് പറയുമ്പോൾ 44, 54, 59 പേരായി. ഇല്ല, മൊത്തം 64 പേരാണ് പ്രതികൾ. ഒരാൾ പീഡിപ്പിച്ചപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവണ്ടേ? 5 പേർ പീഡിപ്പിച്ചപ്പോൾ മനസ്സിലാവണ്ടേ? 64 പേര് പീഡിപ്പിക്കുന്നത് വരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ വനിതകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി മാത്രമല്ല, ഞാൻ ഇന്ന് നോക്കുമ്പോൾ 24 ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ വിമൻസ് ഈവനിങ് 3 മണിക്കൂറാണ് വാർത്ത, 3 പെണ്ണുങ്ങൾ നിന്നിട്ട്. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ഒരു മിനിസ്ട്രി മാറി വരികയാണെങ്കിൽ, അത് ഇടതുപക്ഷമാവട്ടെ കോൺഗ്രസ് ആവട്ടെ വരികയാണെങ്കിൽ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മാത്രം, വേറെ ഒരു സംസ്ഥാനത്തും വേണ്ടി വരില്ല. കേരളത്തിൽ വനിതാ കമ്മീഷൻ പോലെ തന്നെ പുരുഷ കമ്മീഷൻ വരേണ്ടി വരും. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പോണേ. 3 മണിക്കൂറൊക്കെ വനിതകൾക്ക് വേണ്ടി ഒരു ചാനൽ വാർത്ത നടത്തുക എന്നൊക്കെ പറഞ്ഞല്ലേ. മുഖ്യമന്ത്രി മാത്രം അങ്ങനെ ആളാവുണ്ടോ? ഞങ്ങൾ 3 മണിക്കൂർ 3 പെണ്ണുങ്ങളെ നിർത്തി വാർത്ത വായിക്കുമെന്നൊക്കെയാണ്. എന്തായാലും ബഹുരസമാണ് കേരളത്തിലെ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. ഇത്രയും ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ.
നമസ്കാരം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് NL ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ബാലണ്ണനെ കുറിച്ച് അല്ലെങ്കിൽ തടിയം ബാലനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യുന്നത്. ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള ഈ പ്രോഗ്രാമിൽ രസകരമായ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. 53 വർഷം മുമ്പ് നടന്ന ഒരു കഥയാണ് ഞാൻ ആദ്യം പറയുന്നത്. 1972 മെയ് 25 കേരളമാകെ മിച്ചഭൂമി സമരത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ കൊടുമ്പിരിക്കൊണ്ടുള്ള കാലം. അച്യുതമേനോൻ എന്ന CPI-കാരനാണ് അക്കാലത്തെ മുഖ്യമന്ത്രി. കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി ബേബി ജോൺ ആയിരുന്നു. ഇവർ 3 പേരും കൂടി കേരളം ഭരിക്കുന്ന കാലം ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ബിനോയ് വിശ്വത്തിനൊക്കെ പ്രയാസം തോന്നും. അടിയന്തരാവസ്ഥ അടക്കം 72 എന്ന് പറയുമ്പോൾ 75 അടിയന്തരാവസ്ഥയല്ല. ആ കാലഘട്ടത്തിൽ കേരളം ഭരിച്ച മുഖ്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി C അച്യുതമേനോൻ കലർപ്പില്ലാത്ത ആളാണ്. നമ്മുടെ മുഖ്യമന്ത്രി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിൽ കാട്ടിക്കൂട്ടിയ അടിയന്തരാവസ്ഥയുടെ മറവിലൊക്കെ കാട്ടിക്കൂട്ടിയ എന്തെല്ലാം വിക്രികളായിരുന്നു എന്നൊക്കെ. രാജനടക്കം വർഗീസ് അടക്കം എത്ര പേരാ അല്ലേ. പക്ഷേ എങ്കിലും ഇപ്പോഴും CPI-കാർ ഊറ്റം കൊള്ളും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച്. ലോക്സഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് AKG എന്ന് അരുമയോടെ എല്ലാവരും വിളിച്ചിരുന്ന AK ഗോപാലനാണ്. ഞാൻ ഇന്ത്യൻ ഓഫീസിൽ കാപ്പി പിടിക്കാൻ കയറുമ്പോഴൊക്കെ ആ വലിയ മഹാൻ്റെ, വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, തൊഴിലാളികളുടെ പക്ഷത്ത് നിന്ന് മുതലാളിയാവാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചുവന്ന ഹാരമിട്ട മാല ഇട്ട് ചുവരിലിരിക്കുന്ന AKG-യെ കണ്ട് മനസ്സിൽ സ്തുതിക്കാറുണ്ട് ഞാൻ. അദ്ദേഹമാണ് അന്ന് പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിൽ 25,000 പേര് പങ്കെടുക്കുന്ന ഒരു ജാഥ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പുത്തരിക്കണ്ട മൈതാനം, കിഴക്കേക്കോട്ടയിലുള്ളതാണല്ലോ പുത്തരിക്കണ്ട മൈതാനം, അവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഒരു വലിയ മിച്ചഭൂമി പിടിച്ചടക്കാനുള്ള ജാഥയാണ്. അത് AKG-ആണ് ആ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം മുങ്ങിയൊന്നുമില്ല. അദ്ദേഹം വലിയ എയർ കണ്ടീഷൻ ഇന്നോവ കാറിൽ കയറി കളഞ്ഞൊന്നുമില്ല. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ട് ജാഥയോടൊപ്പം രക്തഹാരമൊക്കെ അണിഞ്ഞ് അദ്ദേഹം നടന്നു മുൻപന്തിയിൽ. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ 25 പേര് കൂടിയുണ്ട്. അങ്ങനെ 26 പേര് രക്തഹാരമൊക്കെ ഇട്ട് ആ ജാഥയുടെ മുന്നിൽ നടന്നു. പൂജപ്പുര മുടകൻമോൾ കൊട്ടാരത്തിലേക്കാണ് ജാഥ നീങ്ങുന്നത്. കൊട്ടാരത്തിൽ നിന്നും മിച്ചഭൂമി പിടിച്ചെടുക്കാനാണ് ഈ യാത്ര. ഈ കൊട്ടാരം കഴിഞ്ഞാൽ അടുത്ത വളവിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മോഹൻലാലിൻ്റെ വീട്ടിൽ പോകുന്ന ആ റോഡാണ്. ആ റോഡിലേക്ക് കയറിയ പി കേശവദേവ് റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. ആ റോഡിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇടതുവശത്തിരിക്കുന്ന ഒരു ഒറ്റ നില കെട്ടിടമാണ് മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ പി കേശവദേവിൻ്റെ വീട്. അല്പം കൂടി മേളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ വലതുവശത്ത് 2 നില കെട്ടിടമാണ് മോഹൻലാലിൻ്റെ. അതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. നിങ്ങൾ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കൂ. ട്രാൻസ്ഫോമറിൽ എഴുതിയിട്ടുണ്ട് മോഹൻലാൽ. മോഹൻലാലിൻ്റെ ട്രാൻസ്ഫോമറായിട്ടാണ് KSB വെച്ചിരിക്കുന്നത്. ഈ കൊട്ടാരത്തിലാണ്, ഈ മുടമുകളിലുള്ള ഈ കൊട്ടാരത്തിലാണ് മോഹൻലാലിൻ്റെ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത സിനിമയുടെ മോഹൻലാൽ അഭിനയിച്ച മഹേന്ദ്രവർമ്മയുടെ കൊട്ടാരമായിട്ട് ചിത്രീകരിച്ചത്. ഞാനവിടെ പത്രക്കാരനായിട്ട് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. മുമ്പ് ഏതോ കഥയിൽ ഞാൻ പറഞ്ഞു എന്നാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് ഈ കൊട്ടാരം. അക്കാലത്ത് പോലീസ് അധിപൻ എന്ന് പറഞ്ഞ DIG എന്നല്ല, IG-ആണ്. IG ശിങ്കാരവേലു ആണ് അപ്പോഴത്തെ കേരളത്തിലെ IG. കമ്മീഷണർ സുബ്രഹ്മണ്യം എന്നിവരുടെ നേതൃത്വത്തിൽ ജാഥ കടന്നു പോകുന്ന വഴിയിൽ ഉടനീളം അങ്ങറ്റം ഇങ്ങറ്റം പൂജപ്പരയിലും കൊട്ടാര വളപ്പിലും ഒക്കെ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. പോലീസുകാരെ അമിതമായി വിശ്വസിച്ച കെ കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പോലീസ് ബാന്ധവം തന്നെ അദ്ദേഹത്തിന് പിന്നെ വിനയായി എന്നുള്ളത് ഒരു ചരിത്രവുമാണ്. കരിങ്കാലി കരുണാകരൻ എന്നുള്ള വിളിപ്പേരും അദ്ദേഹം അക്കാലത്ത് നേടിയെടുത്തു. ഈ സമരം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം അടിയന്തരാവസ്ഥയിലാണ് രാജനെ പോലുള്ള വർഗീസിനെ കൊന്നതും രാജനെ ഡെഡ് ബോഡി പോലും കിട്ടാതെ ആക്കിയതുമൊക്കെ. നവാബ് രാജേന്ദ്രൻ അല്ലെങ്കിൽ അഴീക്കോട് രാഘവൻ തുടങ്ങിയവർ നേരിട്ട അനുഭവങ്ങളുമൊക്കെ മലയാളി മറക്കാറായിട്ടില്ല. ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ഈ നവാബ് രാജേന്ദ്രനെ തല്ലി പല്ലൊക്കെ കൊഴിച്ച് കളഞ്ഞതും അഴീക്കോടനെ കുത്തിക്കൊന്ന കേസിലുമൊക്കെ ഒരുപാട് പേരുദൂഷ്യം കരുണാകരൻ ഉണ്ടാക്കിയെടുത്താണ്. ആത്മാഭിമാനത്തോടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CPI-കാർ പറയും 5 വർഷവും കഴിഞ്ഞ് കേരളം ഭരിച്ച ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ളൂ, അത് ഞങ്ങളുടെ അച്യുതമേനോനാണ്. ഒരു മുഖ്യമന്ത്രി അറിയാതെ സൂപ്പർ മുഖ്യമന്ത്രിയായി. കരുണാകരൻ നടത്തിയ ഭരണം അച്യുതമേനോൻ എന്ന കറ പുരളാത്ത സംശുദ്ധ രാഷ്ട്രീയക്കാരൻ്റെ കരിയറിൽ വീഴ്ത്തിയ കഥ
കരിവീഴ്ത്തിയ കഥ കേരളം ഉള്ളിടത്തോളം മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും കുറഞ്ഞത് കൂടെ പഠിച്ച ഈശ്വര വാര്യർ മകൻ്റെ കാണാനില്ല എന്നുള്ള മിസ്സിംഗ് കേസ് പറയാൻ ചെന്നപ്പോൾ നിങ്ങളുടെ മകൻ്റെ കാര്യം മാത്രം എനിക്ക് നോക്കിയാൽ മതിയോ എന്ന് ചോദിച്ച ആ ഒരൊറ്റ ഡയലോഗ് മതി അച്യുതമേനോൻ എന്ന് പറഞ്ഞ ആളുടെ ചീട്ട് കൊട്ടാരം തകർന്ന് വീഴാൻ. കൊട്ടാരത്തിൻ്റെ എതിർവശത്തുള്ള കെട്ടിടത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി ബേബി ജോണും ജില്ലാ കളക്ടറും പോലീസിന് അപ്പോൾ നൽകേണ്ട നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് ആ കെട്ടിടത്തിൽ കാത്തുനിന്നു. ജാഥ നയിക്കുന്നത് ചില്ലറക്കാരനല്ല, പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKG എന്ന ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവാണ്. ജാഥയുടെ മുൻനിര കരമന കഴിഞ്ഞപ്പോൾ CPM തിരുവനന്തപുരത്തെ ജില്ലാ നേതാവായിരുന്ന അനിരുദ്ധൻ സഖാവ് K. അനിരുദ്ധൻ MLA ആയിരുന്നു. മിടുക്കനായിരുന്നു. ആരെയും വകവയ്ക്കാത്ത, മുതുകിൽ 10 ലാത്തി മാറി അടിച്ചാലും ഈ ബന്ധമൊക്കെ നടക്കുന്ന കാലത്ത് അനങ്ങിൽ അക്ഷോഭ്യനായി അടികൊണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അത്രയും ആചാരബാഹുവായ K. അനിരുദ്ധൻ. അദ്ദേഹം AKGയുടെ കാതിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. സഖാവ് സാംബശിവൻ്റെ കയ്യിൽ പിടിച്ചോളാനും ഏർപ്പാടാക്കി. കൊട്ടാര കവാടത്തിന് 500 മീറ്റർ അകലെ എത്തിയപ്പോൾ AKG ഉൾപ്പെടെയുള്ള 26 വോളണ്ടിയർമാർ, ഈ ചുവന്ന ഹാരമിട്ടവർ, ജാഥയുടെ മുൻനിരയിൽ നിന്നും പതിയെ മധ്യനിരയിലേക്ക് മാറി. ജാഥ മുന്നിലേക്ക് തന്നെ നീങ്ങി. പതിയെ പിന്നിലേക്ക് പോയി 26 പേരും ജാഥയുടെ അവസാന ലാപ്പിലായി. പ്രകമ്പനം കൊള്ളുന്ന മുദ്രാവാക്യവും നിറയെ ചുവന്ന കൊടികളുമുള്ളതിനാൽ ഈ 26 പേരുടെ പിന്നോട്ട് പോകൽ അധികം ശ്രദ്ധിച്ചില്ല ആരും. ജാഥയുടെ മുൻനിര കൊട്ടാരത്തിൻ്റെ ഗേറ്റിലേക്ക് എത്തുമ്പോൾ പിൻനിരയിൽ വലതുവശത്തുകൂടി 26 പേരും കൊട്ടാരത്തെ ചുറ്റിപ്പോകുന്ന ഒരു ചെറിയ ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലേക്ക് തിരിഞ്ഞു. അത് മുൻ ധാരണ പ്രകാരമാണ് തിരിഞ്ഞത്. ഈ വഴിയിലാണ് ഇപ്പോൾ നമ്മുടെ പൂജപ്പുര രാധാകൃഷ്ണൻ, നടനും സഹസംവിധായകനുമൊക്കെ ആയ പൂജപ്പുര രാധാകൃഷ്ണൻ താമസിക്കുന്ന ആ ഇടവഴിയിലെ ഫ്ലാറ്റിലാണ്. കൊട്ടാര മതിലിൻ്റെ ചെടികൾ പടർന്നു കിടക്കുന്ന ഭാഗത്ത് നേരത്തെ തന്നെ മുൻകൂട്ടി രഹസ്യമായിട്ട് മണൽ ചാക്കുകൾ അടുക്കി വച്ചിരുന്നു. അതിൻ്റെ മേലിൽ കയറി ഈ സംഘം 26 പേരും മതിൽ ചാടി കടന്ന് കൊട്ടാര വളപ്പിൽ പ്രവേശിച്ചു. ആദ്യം ചാടിയത് സഖാവ് AKG തന്നെയായിരുന്നു. മുണ്ടിൻ്റെ മടിയിൽ തിരികെ വെച്ചിരുന്ന ചുവന്ന കൊടി ആ കൊട്ടാര വളപ്പിൽ നിന്ന് കിട്ടിയ വടിയിലൊക്കെ കെട്ടി കൊടി വീശിക്കൊണ്ട് ഈ 26 പേരും മുന്നോട്ടോടി. പിന്നാലെ മതിൽ ചാടിയ മറ്റുള്ളവരും AKGയുടെ കൂടെ അകത്തേക്ക് ചാടി ഓടി. പോലീസിൻ്റെ കണക്കൂട്ടുകൾ മുഴുവൻ തെറ്റി. ഇത്രയും വിശദമായി ഈ മിച്ചഭൂമി സമരത്തെ പറ്റി പറഞ്ഞത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഈ ചാടിക്കിടന്ന 26 പേർക്കൊപ്പം ആജാനുബാഹുവായ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. കേരളകൗമുദി ദിനപത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിരുന്ന NL ബാലകൃഷ്ണനായിരുന്നു അത്. തടിയം ബാലണ്ണൻ എന്ന് വിളിക്കുന്ന ബാലണ്ണനാണ് 26 പേരോടൊപ്പം അല്ലെങ്കിൽ AKGയോടൊപ്പം മതിൽ ചാടിയ ഏക ഫോട്ടോഗ്രാഫർ. ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ AKGയുടെ മിച്ചഭൂമി സമരത്തിൻ്റെ ഐതിഹാസികമായ ഫോട്ടോകൾ വന്ന ഫോട്ടോകൾ എടുത്ത ഒരൊറ്റ ഫോട്ടോഗ്രാഫറേ ഉണ്ടായിരുന്നുള്ളൂ. അത് NL ബാലകൃഷ്ണൻ എന്ന 100 കിലോയിലധികം ഭാരമുള്ള പാവം മനുഷ്യനായിരുന്നു. 3-4 പോലീസുകാർ പൂണ്ടടങ്കം പിടിച്ചിട്ട് അതിനിടയിൽ ബാലയണ്ണൻ തുടരെ ക്യാമറ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. മുതുകിൽ മുഴുവൻ ലാത്തിയടിയേറ്റിട്ടും ആ സമര മുഹൂർത്തം മുഴുവൻ ബാലയണ്ണൻ ക്യാമറയിൽ ഒപ്പിയെടുത്തു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുത്രഭാഗ്യം ഇല്ലാതെ പോയ നാരായണൻ ലക്ഷ്മി ദമ്പതികൾക്ക് കിട്ടിയ ഏക മകനാണ് NLB എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന, അല്ലെങ്കിൽ തടിയം ബാലൻ എന്ന് വിളിക്കുന്ന, ബാലയണ്ണൻ എന്ന് വിളിക്കുന്ന NL ബാലകൃഷ്ണൻ. അച്ഛൻ കൂലിപ്പട്ടാളത്തിൽ 1.5 വർഷം ജോലി ചെയ്ത് മടങ്ങിയ ആളാണ്. വന്ന ശേഷം പിന്നെ പുള്ളി കൃഷിപ്പണിയായി. 4 ഏക്കർ എന്തോ സ്ഥലം ഉണ്ടായിരുന്നു, കൃഷി ചെയ്ത് ജീവിക്കലായി. ഒരാൺകുട്ടിയായ കാരണം ഏത് ഭക്ഷണത്തോടൊപ്പവും അമ്മ ബാലന് മുട്ടകൾ നൽകുമായിരുന്നു. രാവിലെ ദോശ കൊടുത്താൽ മുട്ട, ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ മുട്ട, വൈകുന്നേരം ചായ കൊടുത്താൽ മുട്ട, രാത്രി കൊടുത്താൽ മുട്ട. ഇങ്ങനെ മുട്ട കൊടുത്ത് ബാലന് ശരീര വളർച്ച വേഗത്തിലായി. 1-ാം ക്ലാസ്സിൽ ആദ്യമായി എത്തിയ പൊണ്ണത്തടിയനായ കൂട്ടുകാർ തടിയം ബാലൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. പിന്നെ അത് ബാലണ്ണൻ്റെ ബ്രാൻഡായി മാറി തടിയം ബാലൻ എന്നുള്ളത്. അച്ഛൻ മോശമല്ലാതെ മദ്യപിക്കുമായിരുന്നു. കൂട്ടുകാർ നാടൻ വാറ്റുചാരവുമായി വരും. ഒരു നാൾ അച്ഛൻ ഒറ്റയ്ക്ക് കള്ള് വലിച്ച് കയറ്റുകയാണ്. ആ സുഖത്തിൽ ഈ കള്ളിങ്ങകത്ത് കയറിയ ശേഷം ഇങ്ങനെയൊക്കെ കുലുക്കി അങ്ങ് ഇറക്കുകയാണ്. അപ്പോൾ അത് ബാലണ്ണൻ കൗതുകത്തോടെ കുട്ടിയായ ബാലൻ നോക്കിയിരുന്നു. അത് കണ്ട് അച്ഛൻ തിരക്കി, നിനക്ക് രുചിക്കണോ എന്ന് ചോദിച്ചു.
ഇതിൻ്റെ രുചി അറിയണോ എന്ന് ചോദിച്ചു. ബാലണ്ണനും തലയാട്ടി വേണമെന്ന്. ചിരിയോടെ ബാലണ്ണൻ തല ഉലുക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ വായിലേക്ക് ഒഴിച്ചു കൊടുത്തത് മദ്യപാനത്തിൻ്റെ തുടക്കമായിരുന്നുവെന്ന് അച്ഛനും ഓർത്ത് കാണില്ല. പലതവണ അച്ഛനും മോനും ഒന്നിച്ചിരുന്ന് കള്ളും പിന്നെ മിലിറ്ററി ത്രിഗുണനും ഒക്കെ അടിച്ചു. നല്ല സുഹൃത്തുക്കളായിരുന്നു ഈ അച്ഛനും മകനും. അച്ഛനും മകനും എന്നുള്ള ബന്ധമല്ല, നല്ല സുഹൃത്തുക്കളായിരുന്നു. സിനിമാക്കാരനായപ്പോൾ ബാലണ്ണന് ഏറ്റവും കൂടുതൽ അടുപ്പം ജോൺ അബ്രഹാമായിട്ടായിരുന്നു. പിന്നെ അരവിന്ദേട്ടൻ, അദ്ദേഹം സ്നേഹത്തോട് അരവിന്ദേട്ട എന്ന് വിളിക്കുന്ന ജി അരവിന്ദനും. അരവിന്ദനോടൊപ്പം എൻ ബാലകൃഷ്ണൻ നടക്കുന്നത് കണ്ടാൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനെ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. ജ്യേഷ്ഠാനുജന്മാരാണെന്നേ തോന്നും. രണ്ടിനും തടിയും എല്ലാം തലമുടി നീട്ടി വളർത്തിയ തലമുടിയൊക്കെ ഉണ്ടല്ലോ. ജോൺ അബ്രഹാം എൻ ബാലകൃഷ്ണൻ്റെ പ്രൗഢികോണത്തെ വീട്ടിൽ ഇടയ്ക്കിടെ ചെല്ലും. രണ്ടുപേരും കൂടി വീട്ടിനകത്തിരുന്ന് മദ്യപിക്കും. പിന്നെ ജോണിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ പറഞ്ഞ് ഒരുപാട് നേരം ഇരിക്കും. ജോണിൻ്റെ ചേഷ്ടകൾ ഇഷ്ടമായ NLBയുടെ ബാലണ്ണൻ്റെ അച്ഛനും കൂടെ ചേർന്നു. മൂവരും കൂടി തുടർച്ചയായിട്ട് മദ്യപിക്കുമായിരുന്നു. ബാലണ്ണൻ ഇല്ലാത്തപ്പോഴാണ് ജോൺ വന്നാൽ അച്ഛന് ഭയങ്കര സന്തോഷം. കാരണം അച്ഛൻ്റെ ഒരു കമ്പനി ആയല്ലോ. രണ്ടുപേരും കൂടി ഇരുന്ന് മദ്യപിക്കുമായിരുന്നു. ജോണിന് വിദേശ മദ്യവും അച്ഛന് പട്ടച്ചാരവും. ഫിറ്റാകുമ്പോൾ ജോൺ ഒരു സായിപ്പായി മാറും. പിന്നെ ഇംഗ്ലീഷ് പാട്ടുകളാണ് ജോൺ അബ്രഹാം പാടാറ്. മേശയിലോ ബെഞ്ചിലോ ഒക്കെ കൊട്ടി താളം കൊട്ടി ബാലണ്ണൻ്റെ അച്ഛൻ മ്യൂസിക് ഡയറക്ടറാവും. ജോൺ കോഴിക്കോട്ട് ടെറസിൽ നിന്ന് വീണ് മരിച്ചു എന്ന കഥ താങ്ങാൻ ബാലണ്ണൻ്റെ അച്ഛനായില്ല. അത്രയും സ്നേഹിച്ചു അദ്ദേഹം ആ മനുഷ്യനെ. എടാ, അവൻ ഇത്രയും വലിയ ആളാണെന്നൊന്നും അല്ലെങ്കിൽ പ്രശസ്തനായ സംവിധായകനാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നടാ. ജോൺ മരിച്ചപ്പോൾ പത്രങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഈ കുളിക്കാതെ തലമുടി ചീകാതെ താടി വടിക്കാതെ അലക്ഷ്യമായി നടന്ന് ഇവിടെ വന്ന് കിട്ടുന്ന മദ്യം എല്ലാം വലിച്ചു കയറ്റി കൊട്ടും പാട്ടുമായിട്ട് നടക്കുന്ന മനുഷ്യൻ മലയാളം കണ്ട വലിയ സംവിധായകരിൽ ഒരാളാണെന്ന് ബാലണ്ണൻ്റെ അച്ഛൻ അറിയില്ലായിരുന്നു. എടാ, അവൻ ഇത്രയും വലിയ ആളാണെന്നും പ്രശസ്തനായ സംവിധായകനാണെന്നും എനിക്കറിയില്ലായിരുന്നടാ. ഒരിക്കൽ പോലും അവനോ നീയോ എന്നോട് ഇത് പറയാത്തതെന്താ? അടിക്കുന്നതിൻ്റെ സന്തോഷം പോകാതിരിക്കാനാ അത് പറയാതിരുന്നത് എന്ന് ബാലണ്ണൻ്റെ മറുപടി. അച്ഛൻ അത് ഒരു വലിയ സംവിധാനമാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അച്ഛൻ ഗ്യാപ്പിടും. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ പറയാത്തത് എന്നായി ബാലണ്ണൻ. എനിക്കൊരു നല്ല സഹകുടിയനായിരുന്നു അവൻ. മരിക്കും മുമ്പ് അച്ഛൻ ബാലണ്ണന് കൊടുത്ത നിർദ്ദേശം നല്ല രസകരമാണ്. ഞാൻ മരിച്ച് വാക്കിരി ഇടുമ്പോൾ കൂടെ എനിക്കിഷ്ടപ്പെട്ട റം കൂടി നീ തരണം. വാക്കിരി ഇടുമല്ലോ, അരിയും തുളസിയും മറ്റേ തെച്ചിപ്പൂവും ഒക്കെ ഇട്ട് വെള്ളവും കൂടെ ചേർത്ത് അവസാനമായിട്ട് ആഹാരം കൊടുക്കുമ്പോൾ ഈ വാക്കിരി ഇടുമല്ലോ ഹിന്ദുക്കൾ. അങ്ങനെ നീ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് റം കൂടി തരണമെന്ന് ബാലണ്ണനോട് പറഞ്ഞു. എൻ്റെ കാലശേഷം എൻ്റെ പോൻ കുടിക്കരുത് എന്നും ബാലണ്ണൻ്റെ അച്ഛൻ പറഞ്ഞു. ആദ്യത്തേത് ഉറപ്പായി നടപ്പാക്കും, രണ്ടാമത്തേത് ഭാഗികമായി നടപ്പാക്കാം എന്ന് അച്ഛൻ ഉറപ്പ് കൊടുത്തു. അച്ഛൻ മരിച്ചു. അരവിന്ദൻ്റെ വാസ്തുഹാര എന്ന് പറയുന്നത് കൽക്കട്ടയിലാണല്ലോ ഷൂട്ട് ചെയ്തത്. ഈ പടത്തിന് പോയി മടങ്ങുമ്പോൾ കുറച്ച് ഗംഗാജലം ബാലണ്ണൻ അവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുവന്നു. അതൊരു കിണ്ടിയിലൊഴിച്ചു, കൂടെ റമ്മും കൂടി ചേർത്തു. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഇടുമ്പോൾ റമ്മും ഗംഗാജലും കൂടെ ചേർത്തു. ബാല, നീ ഇതെന്ത് പോക്കൃതനമാണ് കാണിക്കുന്നതെന്ന് കണ്ടു നിന്നവർ ചോദിച്ചു. എന്നോട് അച്ഛൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു, ഇതായിരുന്നു ബാലണ്ണൻ്റെ മറുപടി. അച്ഛൻ്റെ ആഗ്രഹം നടത്തേണ്ടത് മകൻ്റെ കടമയല്ലേ എന്നാണ് ബാലണ്ണൻ ചോദിച്ചത്. 20 വയസ്സുള്ളപ്പോൾ അമ്മാവൻ്റെ മകൾ നളിനിയെ ബാലണ്ണൻ വിവാഹം കഴിച്ചു. ബാലണ്ണൻ പറയുന്നത് പ്രേമമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ഇരുവരും സ്നേഹിച്ചിരുന്നു എന്നായിരുന്നു. ബുദ്ധിമാനായ അച്ഛന് മോൻ്റെ മനസ്സറിയാം. അതുകൊണ്ടാണ് നളിനിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. നിൻ്റെയും നളിനിയുടെയും വിവാഹം ഞാൻ നടത്താൻ പോവുകയാണ്, സമ്മതമല്ലേ? ഒരു നാൾ ചോദിച്ചു. സമ്മതം. ബാലണ്ണൻ തല ഉലുക്കി. 20 വയസ്സേ ഉള്ളൂ എങ്കിലും മുറച്ചെറുക്കൻ വീശുമെന്ന് 17 വയസ്സുകാരിയായ നളിനിക്ക് അറിയാമായിരുന്നു. ആര് പറഞ്ഞാലും മുറച്ചെറുക്കൻ കുടി നിർത്തില്ല എന്നും നളിനിക്കറിയാമായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ കുടി നിർത്താൻ പറഞ്ഞു നോക്കി, പക്ഷേ കുടി തുടർന്നു. കാല് തടിച്ചു കയറി, ചുവന്ന് തടിച്ചു കയറി മന്ത് പോലെ. അങ്ങനെ പ്രശ്നമായപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, കുടിച്ചേ പറ്റുള്ളെങ്കിൽ ഇനി വീട്ടിലിരുന്ന് കുടിച്ചാൽ മതിയെന്ന് നളിനി ചേച്ചി പറഞ്ഞു. അത് അദ്ദേഹം സമ്മതിച്ചു. എന്താ പറയുക, നീര് കുറയുന്ന സമയം വരെ അദ്ദേഹം വീട്ടിൽ നിന്ന് വെളിയിൽ പോയി മദ്യപിച്ചില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും കലാപരിപാടി വെളിയിലായി. ബാലണ്ണൻ ഒറ്റ മോനാണ്.
വൈകി ഉണ്ടായ ആളാണ് ബാലണ്ണൻ. എനിക്ക് സ്വകാര്യമായി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വിവാഹം കഴിച്ചിട്ട് കുറച്ച് നാൾ കുട്ടികളില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇതിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. വിവാഹം കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും ഉടനെ കുട്ടികൾ വേണ്ട, ആദ്യത്തേത് പയ്യെ മതി, രണ്ടാമത്തേത് വേണ്ട എന്നൊക്കെ പറയും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവരിൽ നിന്ന് ഞാൻ പറയുന്നു, വിവാഹം കഴിഞ്ഞാൽ ആദ്യം ഒരു കുട്ടി ഉണ്ടാക്കണം, അതിന് ശേഷം വേണമെങ്കിൽ വൈകിക്കാം. അങ്ങനെ കുട്ടികളില്ലാത്ത ഒരു വിഷമം എന്നെക്കാൾ കൂടുതൽ സിന്ധുവിനാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു ദിവസം ബാലണ്ണനോട് ഈ വിവരം സംസാരിച്ചു. ബാലണ്ണൻ പറഞ്ഞാൽ സമാധാനമായിരിക്കും, നിനക്ക് കുട്ടികളുണ്ടാവും, ഞാനാണ് പറയണേ എന്നൊക്കെ പറഞ്ഞ് ബാലണ്ണൻ എന്നെ ആശ്വസിപ്പിച്ചു. പിന്നെ ബാലണ്ണൻ എനിക്ക് പോസ്റ്റ് കാർഡിലാണ് ബാലണ്ണൻ എല്ലാവർക്കും കത്തെഴുതണേ. പോസ്റ്റ് കാർഡിൽ ബാലണ്ണൻ ഓരോ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഓരോ കത്തിങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് മോനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അറിയിച്ചത് ബാലണ്ണനെയാണ്. ബാലണ്ണൻ പറഞ്ഞിട്ടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, നീ ഒരു ദ്രോഹിയല്ലല്ലോ, നിനക്ക് മോനുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ബാലണ്ണനെ ആശ്വസിപ്പിക്കുമായിരുന്നു. അവസാന കാലം വരെ ബാലണ്ണൻ നന്നായി വേദനിച്ചു എന്ന് പറയാം. ബാലണ്ണൻ്റെ വീട്ടിലെ, അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെ, അദ്ദേഹം വച്ച വീട്ടിലെ ഓട് വീടാണ്. അപ്പോൾ ഓടിൽ നിന്ന് വീഴുന്ന വെള്ളം, തൊട്ടപ്പുറത്ത് മകളാണ് വീട് വെച്ചിരിക്കുന്നത്, ഒരു മകൾ. ആ മകളുടെ വീട്ടുമുറ്റത്ത് വീഴാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി കൊണ്ടുവന്ന്, മകൾ കൊണ്ടുവന്ന് ബാലണ്ണൻ്റെ പേര് കേസ് കൊടുത്തു. ഒരു ദിവസം ശാലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലണ്ണൻ ഈ കഥ പറഞ്ഞിട്ട് എൻ്റെ മുമ്പേ ഇരുന്ന് കരഞ്ഞു. എന്തിനടാ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ ജന്മം കൊടുത്തു എന്ന് ഇപ്പം ഞാൻ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാലണ്ണൻ കരഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഇത്രയും വന്ധ്യവയോധികനായ അച്ഛൻ്റെ വീട്ടിലെ ഓടിൽ നിന്ന് വീഴുന്ന വെള്ളം മകളുടെ വീട്ടുമുറ്റത്തോ വീട്ടിൻ്റെ ഓടിലോ വീഴുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ടെറസിലോ വീഴുന്നു എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു, അത് തടയണമെന്ന് പറഞ്ഞിട്ട്. മദ്യപിച്ചാൽ ബാലണ്ണൻ്റെ ലുക്കൊക്കെ മാറും, പേടിയാവും നമുക്ക്. ഒരു കുട്ടിയാന പട്ടച്ചാരയം കുടിച്ചതുപോലുള്ള അവസ്ഥയിലേക്ക് പോകും. എനിക്കത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. വിതുരയിൽ ഞാൻ സൂര്യവനം എന്ന് പറഞ്ഞൊരു പടത്തിന് താമസിച്ച, ഗൾഫിൽ വ്യവസായം നടത്തുന്ന, എന്തൊക്കെയോ കച്ചവടങ്ങൾ നടത്തുന്ന ഒരു വിജയൻ എന്ന് പറഞ്ഞ ആളിൻ്റെ രോഹിണി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ വിതുരയിലൊരു വലിയ ഹോട്ടലുണ്ട്. ഞാൻ ഏതാണ്ട് 1.5 വർഷം താമസിച്ചിട്ടുണ്ട് അവിടെ. ആ ഹോട്ടലിൻ്റെ വാർഷികം, എന്തോ ഒരു വാർഷികം, അതിന് പലരെയും ക്ഷണിച്ച കൂട്ടത്തിൽ ബാലണ്ണനെ വിളിച്ചു, കവി ഡി വിനയചന്ദ്രനെ വിളിച്ചു, ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷനിലെ മണ്ണാറക്കയം ബേബിയുണ്ട്, ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണനുണ്ട്, ഞാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു കാറിൽ വിതരിച്ചു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കാൻ നമ്മൾ വിളിച്ചുകൊണ്ട് ഡി വിനയചന്ദ്രനും ബാലണ്ണനും നന്നായിട്ട് മദ്യപിച്ച് ഒരു പരുവമായി. മണ്ണാറക്കയും കുറച്ച് കഴിച്ചു, ഞാനും ഗോപാലകൃഷ്ണനും ദൃക്സാക്ഷികൾ. എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഫിറ്റായി കഴിഞ്ഞപ്പോൾ വിനയചന്ദ്രൻ സാറ് കവിതകൾ ആലപിക്കും, ബാലണ്ണൻ്റെ ആക്രോശവും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് 1 മണിയായി, 2 മണിയായി, 3 മണിയായി, വെളുപ്പിന് 4 മണിയായിട്ടും തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഇവർ അനങ്ങുണ്ട്. ബാലണ്ണനെ പിടിച്ചാൽ ഞാനോ, ഗോപാലകൃഷ്ണനെ പിടിച്ചാൽ ബാലണ്ണനോ, ഇരിയുടെ അവിടെ എന്നുകൊണ്ട് പാട്ട് തന്നെയായിരുന്നു. ഇടഞ്ഞാൽ ബാലണ്ണൻ ഒരു അരിക്കൊമ്പനാകും എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരത്ത് പത്മരാജ സാറിൻ്റെ നവംബറിൻ്റെ നഷ്ടമാണെന്നാണ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ. ഒരു ദിവസം എന്താ പറയുക, ഷൂട്ടിംഗ് നേരത്തെ നിന്നു. സന്ധ്യയായപ്പോൾ അന്നത്തെ സീൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു കഥാപാത്രം ചെയ്യുന്നത് പ്രതാപോത്തനാണ്. ഷൂട്ടിംഗ് നേരത്തെ കഴിഞ്ഞപ്പോൾ പ്രതാപോത്തനും ബാലണ്ണനും കൂടെ അവിടുന്ന് മുങ്ങി. ഞങ്ങൾ റൂമിലെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് മുങ്ങി. രണ്ടുപേരും കൂടെ സേവിയേഴ്സ് അനക്സ് എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരുപാട് പത്രപ്രവർത്തകർ, മലയാറ്റൂരടക്കം ഒരുപാട് പേരും മദ്യപിക്കാൻ വന്നിട്ടിരുന്ന സേവിയേഴ്സ് അനക്സിൽ ബാറിൽ കയറി. അവർ രണ്ടുപേരും കൂടെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലണ്ണൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വന്നു. അയാൾ ഫയൽവാൻ വാസുവണ്ണൻ എന്നാണ് ബാലണ്ണൻ വിളിക്കാറ്. ബാലണ്ണൻ്റെ പ്രിയപ്പെട്ട ഫയൽവാൻ വാസുവണ്ണൻ കയറി വന്നു. മൂവരും കൂടിയായി. പിന്നെയുള്ള കുടി. ഈ കുടിച്ച് ഫിറ്റായപ്പോൾ സംസാരവും കൂടുമല്ലോ. സംസാരത്തിനിടയിൽ ബാലണ്ണനും ഫയൽവാനുമായിട്ട് ഉടക്കി. പിന്നെ അത് ഉന്തും തള്ളിലേക്കും നീങ്ങി. അടിച്ചുകൊണ്ടിരുന്ന, അവിടെ അപ്പുറത്തിരുന്ന് അടിച്ചുകൊണ്ടിരുന്ന ഒരാൾ, മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരാൾ എണീറ്റ് വന്ന് മധ്യസ്ഥനായിട്ട് ഇടയ്ക്കേറി, ഏയ് അടിക്കാതെ, മാറ് രണ്ടുപേരും മാറ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റി. അത് ബാലണ്ണന് സൂചിച്ചില്ല. എൻ്റെ അണ്ണനാണ് ഫയൽവാൻ, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, ചിലപ്പോൾ തെറി പറയും, തല്ലും. അതിന് മധ്യസ്ഥം പറയാൻ നീ ആരടാ എന്ന് ചോദിച്ചിട്ട് ഈ മധ്യസ്ഥം പറയാൻ വന്ന ആളിനെ തൂക്കിയെടുത്ത് ബാലണ്ണ ഒരൊറ്റ എറിയെറിഞ്ഞു. അയാൾ ബാറിൻ്റെ ഒരു മൂലയിൽ ചെന്ന് അട്ട ചുരുങ്ങും പോലെ കുഴഞ്ഞു വീണു. ബാർ മാനേജർ അപ്പം തന്നെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. പോലീസ് വന്നപ്പോഴാണ് മൂലയിൽ കിടക്കുന്ന, ചുരുണ്ട് കിടക്കുന്ന ആളിനെ കണ്ടപ്പോൾ അവന്മാർ പോലീസുകാർ ലെഫ്റ്റ് റൈറ്റ് സല്യൂട്ട് അടിക്കുന്നു. വീണ മഹാനെ കണ്ട് പോലീസുകാർ ആകപ്പാടെ ഒരു പരുവായി.
ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ തറയിൽ കിടക്കുന്ന പോലീസുകാരൻ ഓർഡർ ഇട്ടു. അന്നത്തെ ACP ആയിരുന്നു. അന്നത്തെ ACP ബാബുരാജ് എന്ന് പറഞ്ഞ ആളായിരുന്നു ഈ പറന്നുപോയി വീണ മധ്യസ്ഥൻ. വെള്ളമടിക്കാൻ മഫ്റ്റിയിലല്ലേ വരാൻ പറ്റൂ. അത് തടിയും ബാലണ്ണന് മനസ്സിലായില്ല. സ്റ്റേഷൻ്റെ ചുമരിലെ 2 ഹൂക്കുകളിൽ ബാലണ്ണൻ്റെ കയ്യെ കൊരുത്തിട്ടു. കർത്താവ് യേശുക്രിസ്തു നിൽക്കും പോലെ 4 മണിക്കൂർ എന്തോ ബാലണ്ണൻ അതേ നിപ്പ് നിൽക്കേണ്ടി വന്നു. 2 കൈയും ചുവരിൽ തൂക്കിയിട്ടുണ്ട്. കാരണം വിലങ്ങ് പോലെ എന്തോ ഇട്ട് പൂട്ടിക്കളഞ്ഞു. 4 മണിക്കൂർ എന്തോ കഴിഞ്ഞാണ് ഉന്നതങ്ങളിൽ നിന്ന് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞൊക്കെയാണ് ബാലണ്ണ ഊരിയത്. ഷൂട്ടിംഗ് ഇല്ലേൽ കള്ള് കുടിച്ച് മതോന്മത്തനായി നടക്കുന്ന ഒരാളേ അല്ല ബാലണ്ണൻ. പലരുടെയും തെറ്റിദ്ധാരണ ബാലണ്ണ 24 മണിക്കൂറും വെള്ളമെന്നാണല്ല. പരന്ന വായനയുള്ള നല്ല കൈയക്ഷരമാണ്, നല്ല എഴുത്തുകൾ എഴുതുന്ന ആളാണ് ബാലണ്ണൻ. ഈ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇതാണ് ജോലി. നന്നായിട്ട് വായിക്കും, പരിചയക്കാർക്കൊക്കെ കത്തെഴുതും കാർഡിൽ. മദ്യപിക്കുന്ന കുപ്പികളും നിധി പോലെ സൂക്ഷിക്കുന്ന ആളുമായിരുന്നു ബാലണ്ണൻ. പക്ഷേ കുപ്പികൾ സൂക്ഷിക്കുന്നതിനിടയിൽ വിലപ്പെട്ട എടുത്ത നെഗറ്റീവുകൾ സൂക്ഷിക്കാൻ ബാലണ്ണൻ മെനക്കെട്ടില്ല. സത്യത്തിൽ ബാലണ്ണൻ മരിച്ചു പോയെങ്കിലും അദ്ദേഹം ആ നെഗറ്റീവുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വീട്ടുകാർക്കുണ്ടാക്കായിരുന്നു. കാരണം ചെയ്തതെല്ലാം അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അരവിന്ദൻ്റെയും ഷാജൻ കരുണിൻ്റെയും MTയുടെയും പത്മരാജൻ്റെയും ഒക്കെ സിനിമകളാണ്. മനോഹരമായ സിനിമകളെല്ലാം ബാലണ്ണനായിരുന്നു സ്റ്റിൽ. പക്ഷേ അദ്ദേഹം ഒന്നും സൂക്ഷിച്ചു വച്ചില്ല. അത് കാരണം ഒന്നും അത് തെളിവില്ലാതെ പോയി. പക്ഷേ അദ്ദേഹം വർഷം തോറും ഡയറി എഴുതുമായിരുന്നു. വിശദമായി ഡയറി എഴുതുന്ന, വർഷങ്ങളോളമായി എഴുതുന്ന ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഡയറികൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല. ഞാൻ ഇടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ ശേഷിപ്പുകളുണ്ടെങ്കിൽ, ഡയറി തന്നില്ല എങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ബാലണ്ണൻ്റെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഈ കുപ്പികളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പോയില്ല. സെൻട്രൽ ജയിലിൽ ഓണക്കാലത്ത് പൂക്കള മത്സരത്തിന് മാർക്കിടാൻ പോയതാണ് ബാലണ്ണന് പറ്റിയ ആദ്യത്തെ ദുരിതം. കാരണം അവിടെ എങ്ങനെയോ നടന്നു പോകുന്നതിനിടയിൽ, ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എൻ്റെ അതിഥിയായി നടന്നു പോകുന്നതിനിടയിൽ കാലൊന്ന് പാളി. വലത് കാലിൻ്റെ മുട്ടിന് അത് പ്രശ്നമായി. അത് പിന്നെ പല അസുഖങ്ങളിലേക്കും കൊണ്ടുപോയി അവസാനം അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായാണ് മരിച്ചത്. KSRTCക്കാരുടെ സമരം, ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ സമരം, പോലീസുകാരും സമരക്കാരും കൂടെ റോഡിൽ പൊരിഞ്ഞ തല്ലും സംഘർഷവും. ഇത് പകർത്താൻ പോയതും ബാലണ്ണനായിരുന്നു. കിഴക്കേക്കോട്ട മുതൽ സുന്ദരവിലാസം കൊട്ടാരം വരെ ഏതാണ്ട് 1/2 കിലോമീറ്ററിന് മുകളിൽ ദൂരമുള്ള അത്രയും സ്ഥലത്തിട്ട് പോലീസുകാർ അദ്ദേഹത്തെ തല്ലി. പക്ഷേ അപ്പോഴും ഈ തല്ല് കൊള്ളുമ്പോഴും ബാലണ്ണൻ ഉയരത്തിൽ നിന്ന് കൈ ഉയർത്തി വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു. അടി കിട്ടിയാലും ചിത്രമെടുക്കുന്നതിൽ നിന്ന് പിന്മാറരുതെന്ന ഗുരുവിൻ്റെ ഉപദേശം ഓർക്കും ഈ അടി കിട്ടുമ്പോഴൊക്കെ. നക്സലൈറ്റ് ആക്രമണത്തിൽ തലയർത്ത് മാറ്റിയ ജന്മിയുടെ പടം എടുക്കാൻ പോയതടക്കം നിരവധി ശ്രദ്ധേയമായ അക്കാലത്തെ കൗമുദിയിലെ ചിത്രങ്ങൾ എടുത്തത് ബാലണ്ണനായിരുന്നു. ജോലി കൊടുത്ത കേരളകൗമുദി ഉടമയോട് ഉടക്കി ക്യാമറ വലിച്ചെറിഞ്ഞിട്ട് പോയി ആ പണി നിർത്തിയതും ബാലണ്ണൻ തന്നെ. ബാലണ്ണൻ ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. 2014 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലാണ് ബാലണ്ണൻ മരിച്ചത്, വെറും 74ാമത്തെ വയസ്സിൽ. ഇനിയാണ് നമ്മുടെ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്ന് നമ്മൾ ഇന്ന് ചെയ്യുന്ന സെഗ്മെൻറ്റിലെ നിങ്ങൾ കണ്ട ആ ഫോട്ടോ വെച്ചുള്ള കഥ എന്താണെന്ന് പറയാൻ പോകുന്നത്. മനുഷ്യ മനസ്സെന്നാൽ ഒരു പ്രഹേളികയാണെന്ന് പറയാം. ഓരോ മനസ്സിൻ്റെയും യാത്ര ഓരോ വിധമാകും. അതിൻ്റെ ഗതിവിഗതികൾ വൈദ്യശാസ്ത്രത്തിന് പോലും ശരിയായി വിലയിരുത്താനായിട്ടില്ല ഇന്നുവരെ. കഠിനമായ മാനസിക വിഭ്രാന്തി മനുഷ്യരെ വ്യത്യസ്ത മേഖലകളിലെത്തിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത്തരം മാനസിക പ്രശ്നമുള്ള ഒരാളുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനത്തിന് ഗോൾഡ് മെഡൽ എന്തോ വാങ്ങി ജയിച്ചിറങ്ങിയ, പിന്നീട് എന്താ പറയുക, KG ജോർജിൻ്റെ അല്ല രാമുഖാരേട്ടിൻ്റെ അസോസിയേറ്റായ KG ജോർജിൻ്റെ ആദ്യ സിനിമ സ്വപ്നാടനം. പ്രണയബദ്ധരായ കാമുകന്മാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാമുകയെ ഉപേക്ഷിച്ചിട്ട് കാമുകന് വേറൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. വിവാഹം കഴിഞ്ഞതോടെ അയാളുടെ വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകളും ഭ്രാന്തമായ കാമുകയെക്കുറിച്ചുള്ള ചിന്തയിൽ അയാൾ മനോരോഗിയായി തീരുന്നതും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു യുവ ഡോക്ടറുടെ കഥയായിരുന്നു സ്വപ്നാടനം. സൈക്കോ പബ്ലിക്കേഷൻ ഉടമ മുഹമ്മദ് സൈക്കോയുടെ കേസ് ഡയറിയിലെ ഒരു കഥ ബാപ്പു എന്ന ഒരാൾ സിനിമ എടുക്കാനായിട്ട് വാങ്ങി. ബാപ്പുവിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാം, രസകരമാണ് അദ്ദേഹത്തിൻ്റെ കഥയും. അദ്ദേഹം അതിന് പലായനം എന്ന് പേരിട്ടു. ആ പേരിൽ സിനിമ നിർമ്മിക്കാനുള്ള നടപടികളാകുമ്പോൾ എന്തോ കാരണത്താൽ ആ പടം നടന്നില്ല. ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ
രാമു കാര്യട്ടിൻ്റെ ടീമിലുണ്ടെന്നും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണെന്നും ഒക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് PA ലത്തീഫ് ബാപ്പുവിനോട് പറഞ്ഞു. അങ്ങനെ KG ജോർജിനെ ഈ പറയുന്ന പലായനം സിനിമ സംവിധാനം ചെയ്യാനായിട്ട് നിശ്ചയിച്ചു. പൂനെയിൽ ജോർജിൻ്റെ ഒപ്പം പഠിച്ച നമ്മുടെ പ്രശസ്തനായ രാമചന്ദ്രൻ ബാബു സാറായിരുന്നു ക്യാമറാമാൻ. ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ നാനിയുടെ കൊല്ലത്ത് ഓഫീസിലെത്തി രാമേന്ദ്ര ബാബുവും ലത്തീഫും KG ജോർജും എല്ലാം കൂടി. അപ്പോൾ നാനിയുടെ അന്നത്തെ ഉടമസ്ഥൻ കൃഷ്ണസ്വാമി റെഡ്ഡിയാരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പലായനം എന്നുള്ള പേര് വേണ്ടെന്നേ, ഈ പടത്തിന് പറ്റിയ പേര് സ്വപ്നാടനം എന്നാണ്. അങ്ങനെ KG ജോർജിൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് പേരിട്ടത് നാനിയുടെ ഉടമസ്ഥനായ കൃഷ്ണസ്വാമി റെഡ്ഡിയാരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ചിത്രീകരണം. നായകൻ ഒരു പുതുമുഖമാണ്. പുതുമുഖത്തിനെ വയ്ക്കണമെന്ന് KG ജോർജിന് വാശിയായിരുന്നു. അന്വേഷണത്തിനിടയിലാണ് അരവിന്ദൻ ആദ്യമായി സംവിധാനം ചെയ്ത ഉത്തരായണം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്ത മെഡിക്കൽ കോളേജിൽ ഡോക്ടറായ കറുത്ത് മെല്ലിച്ച നല്ല ഉയരമുള്ള ഡോക്ടർ മോഹൻദാസിനെ കണ്ടെത്തുന്നത്. അഭിനയിക്കാൻ മിടുക്കില്ല എങ്കിലും അന്തർമുഖനായ മോഹൻദാസിനെ ആ വേഷത്തിനു വേണ്ടി ഉറപ്പിച്ചു. ഒരു രോഗി എങ്ങനെ പെരുമാറും എന്നത് ഡോക്ടർമാരൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. അത് മോഹൻദാസിന് ഗുണമായി. കാരണം അദ്ദേഹം ഒരു ഡോക്ടറാണല്ലോ. പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി മോഹൻദാസ് സ്വപ്നാടനത്തിൽ അഭിനയിച്ചു. റാണി ചന്ദ്രയായിരുന്നു നായിക. പിന്നെ മല്ലികയും, നമ്മുടെ മല്ലിക ചേച്ചി പൂനെയിൽ നിന്നും വന്ന ആളായതിനാൽ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ KG ജോർജ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. എല്ലാം ഒറിജിനൽ വേണം. ആശുപത്രി മെഡിക്കൽ കോളേജിൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പുള്ളി വാശി പിടിച്ചു. മോർച്ചറി തന്നെ വേണം, അല്ല സ്റ്റുഡിയോയിൽ സെറ്റൊന്നും ഇടാൻ പറ്റില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. ഒരു കാര്യവും സെറ്റിട്ട് ഷൂട്ട് ചെയ്യില്ല എന്ന് KG ജോർജ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വാശി പിടിച്ചു. സ്വപ്നാടനം എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ഒരു സ്വപ്ന സീനുണ്ട്. നായകൻ്റെ ഭാര്യയും കാമുകയും മോർച്ചറിയിൽ കിടക്കുന്ന സീൻ. മോർച്ചറിയിൽ മൃതദേഹങ്ങൾക്ക് വസ്ത്രം ഉണ്ടാവില്ല. ചെന്നിട്ട് തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ വെള്ള തുണി പൊതിച്ചല്ലേ കിടത്താറ്. അപ്പോൾ വസ്ത്രം ഒന്നും ഉണ്ടാവില്ല. കിടത്തുന്നത് എവിടെ? ഇപ്പോൾ ഒരു 100 കണക്കിന് മൃതദേഹങ്ങൾ കിടന്നിട്ടുള്ള ആ സ്റ്റീൽ മേശപ്പുറത്തായിരിക്കും കിടക്കേണ്ടത്. സ്പിരിറ്റൊക്കെ ഇട്ട് ഭംഗിയായി തുടച്ച് ക്ലീനാക്കിയ മേശയും പുത്തൻ കോറത്തുണിയും എല്ലാം റെഡി. സീൻ വായിച്ച് കേട്ട റാണി ചന്ദ്ര കരഞ്ഞ് ബേളം വെച്ചു. അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ കിടക്കില്ല. അവർ ഭയങ്കര അന്ധവിശ്വാസിയൊക്കെ പാവമാണ്. അവർ പറഞ്ഞു, ഞാൻ കിടക്കില്ല, അയ്യോ ഇത് ഈ മോർച്ചറിക്കകത്ത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. 100 കണക്കിന് മൃതദേഹങ്ങൾ കിടന്ന ഈ മേശപ്പുറത്ത് ഞാൻ കിടക്കിയില്ല, ഞാൻ ഈ വെള്ള തുണി മൂടി കിടക്കിയില്ല എന്ന് പറഞ്ഞാൽ അവർ വാശി പിടിച്ചു. കാരണം ഈ അന്ധവിശ്വാസം എന്തെങ്കിലും ഇതുപോലെ എനിക്ക് ജീവിതത്തിൽ ഫലിക്കുമോ എന്ന് അവർക്ക് തോന്നിക്കാണും. അറം പറ്റും എന്നായിരുന്നു അവരുടെ പേടി. ഒരുപാട് മൃതദേഹങ്ങൾ കിടന്ന ടേബിളിൽ കിടക്കണം, പക്ഷേ പറ്റില്ല. പേടിയും സങ്കടവും കാരണം അവർ കരഞ്ഞു. റാണി ചന്ദ്രയെ സമാധാനിപ്പിക്കാനായിട്ട് ക്യാമറാമാൻ രാമചന്ദ്ര ബാബു ആ മേശയിൽ കയറി കിടന്നു. അവിടെ തന്നെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി അദ്ദേഹം. ശരിക്കും മൃതദേഹം കിടക്കും പോലെ ചലനമറ്റ അദ്ദേഹം കിടന്നു. ഈ സന്ദർഭത്തിൽ ആ പടത്തിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ NL ബാലകൃഷ്ണൻ എടുത്ത സ്റ്റില്ലാണ് നമ്മുടെ ഇതിൽ കാണിച്ച ആ പടം. രാമേന്ദ്ര ബാബു സാറാണ് ആ മരിച്ച് കിടക്കും പോലെ കിടക്കണേ. ബാലണ്ണൻ അപ്പം തന്നെ അത് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള ഇതിൽ ആ പടം വരാൻ കാരണം അങ്ങനെയാണ്. രാമചന്ദ്ര ബാബു കിടന്നപ്പോൾ റാണി ചന്ദ്രയ്ക്ക് അല്പം ആശ്വാസമായി. മനസ്സില്ലാ മനസ്സോടെ അവർ കിടക്കാൻ തയ്യാറായി. പക്ഷേ നഗ്നയായി വെള്ള തുണി പുതച്ച് കിടക്കില്ല എന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ സ്കിന്നിൻ്റെ, നമ്മുടെ തൊലിയുടെ ടോണുള്ള നിറത്തിലുള്ള ഡ്രസ്സ് വാങ്ങി, പാൻറ്റും ഷർട്ടും വാങ്ങി കൊടുത്തു വിടാൻ. അതിട്ടിട്ട് ഇത് പുറത്തുകൂടി വെള്ള തുണി പുതച്ചു. അകത്ത് കിടക്കുന്ന ആൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ അറിയാനാവും. അത് വരാത്ത വിധം ലൈറ്റപ്പ് ചെയ്താണ് ഈ സീൻ എടുത്തതെന്ന് ബാബു സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൃതശരീരങ്ങൾക്കിടയിലൂടെ നായകൻ ഒഴുകി വരും പോലെ വരണം ഈ കാമുകിയുടെയും ഭാര്യയുടെയും ഇടയിലേക്ക്. ഇന്നത്തെ പോലെ ഗ്രീൻ മാറ്റിലൊന്നും ഷൂട്ട് ചെയ്യുന്ന കാലമല്ലല്ലോ. ട്രോളിയിൽ കറുത്ത തുണി ഇട്ടിട്ട് അതിന്മേൽ മോഹൻദാസ് കയറി നിന്നു, ട്രോളി തള്ളി കൊണ്ടുവന്നു. പാതിരാത്രിയോളം ചിത്രീകരണം നീളുകയാണ്. മൃതദേഹങ്ങളുടെ നിരയുള്ള കിടപ്പ്, ഒറിജിനൽ മൃതദേഹങ്ങൾ നിരത്തി കിടക്കുകയില്ല. ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടില്ലേ കിടക്കണം, നിരന്ന് കിടക്കുന്നത്. പിന്നെ സ്പിരിറ്റിൻ്റെ മണവും രാത്രിയുടെ ഭയാനകതയും ഷൂട്ടിംഗ് ടീമിനെ മൊത്തം മടുപ്പിച്ചു എന്ന് പറയാം. പക്ഷേ സംവിധായകനോ ക്യാമറമാനോ ഒരു ടെൻഷനും ഇല്ല. രാമേന്ദ്രബാബു ഓടി നടന്ന് ലൈറ്റപ്പും ചിത്രീകരണമൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഈ പണ്ടത്തെ ഇപ്പോഴത്തെ ഡിജിറ്റൽ അല്ല, പഴയ മീറ്റർ ഉണ്ടല്ലോ, ലൈറ്റിൻ്റെ ഡെൻസിറ്റി നോക്കുന്ന മീറ്റർ ഉണ്ടല്ലോ, ആ വെളിച്ചം അളക്കാനുള്ള മീറ്ററുമായി രാമേന്ദ്രബാബു തെക്ക് വടക്ക് ഓടി നടക്കുന്നതിനിടയിൽ
ലൈറ്റ് പരിശോധിക്കുന്ന ഈ മീറ്ററിൽ തൂങ്ങിക്കിടന്ന ചരട് ഒരു മൃതദേഹത്തിൻ്റെ കയ്യിൽ കയറി കൊരുത്തു. ഇങ്ങനെ കൈ നീട്ടി കിടക്കുകയല്ലേ, അതിൽ കയറി ഈ കയർ കൊരുത്തു. അതറിയാതെ രാമേന്ദ്രബാബു മീറ്റർ പിടിച്ചു വലിച്ചു. ചരട് കൊരുത്ത കൈ ആ വലിയിൽ രാമചന്ദ്രബാബുവിൻ്റെ മുതുകത്ത് വലിയ ശബ്ദത്തോടെ ഒരു ഒറ്റ ഇടിയിടിച്ചു. ആ കൈ വന്നു. എന്ത് പറ്റിയെന്ന് രാമേന്ദ്രബാബു തിരിഞ്ഞു നോക്കുമ്പോൾ ഡെഡ് ബോഡിയുടെ ഒരു കൈ രാമേന്ദ്രബാബുവിൻ്റെ ചുമലിൽ സ്നേഹിതനെ പോലെ പിടിച്ചിരിക്കുന്നു. രാമേന്ദ്രബാബു ചുറ്റും നോക്കിയപ്പോൾ അടുത്ത ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ രാമചന്ദ്രബാബുവും വിരണ്ടുപോയി. ഒരു കൊച്ചു കഥ കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ചിത്രീകരണത്തിനിടയിൽ മോഹൻദാസും റാണി ചന്ദ്രയും പ്രണയബദ്ധരായി. പരമരഹസ്യമായി ഇരുവരും ആ പ്രണയം സൂക്ഷിച്ചു. റാണി ചന്ദ്രയാണെങ്കിൽ അവരുടെ നല്ല സ്വഭാവ മഹിമ കൊണ്ട് ഐ വി ശശി പ്രേമിച്ചതാണ്. തുറന്നു പറഞ്ഞു ഐ വി ശശിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതൊക്കെ റാണി ചന്ദ്രയാണ്. റാണി ചന്ദ്രയോട് ഐ വി ശശി തുറന്നു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്കൊന്നിച്ച് ജീവിക്കാമോ. ഐ വി ശശിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ പോകാനുള്ള ഒരാളാണ്. ഞാനാണെങ്കിൽ എൻ്റെ കുടുംബം നോക്കി എൻ്റെ അനിയത്തിമാരെയും സഹോദരനെയൊക്കെ നോക്കി നശിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭാരമൊന്നും ശശിയായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഐ വി ശശിയെ പിന്തിരിപ്പിച്ച ആളാണ് റാണി ചന്ദ്ര. പക്ഷേ ഇവിടെ റാണി ചന്ദ്ര മോഹൻദാസുമായിട്ട് പ്രണയബദ്ധരായി. ഒരു ഡോക്ടറായതിനാലും മാന്യമായി പെരുമാറുന്നതിനാലും അതൊക്കെ കൊണ്ടായിരിക്കണം റാണി മോഹൻദാസിനെ സ്നേഹിച്ചു. വിമാനാപകടത്തിൽ റാണി ചന്ദ്ര അമ്മ സഹോദരിമാർ മരിച്ചു. അതിൽ മോഹൻദാസ് ഏറെ ദുഃഖിതനായി. കത്തികരിഞ്ഞ റാണി ചന്ദ്രയെ അടക്കുന്നിടത്ത് ആരോടും ഒന്നും പറയാതെ മോഹൻദാസ് നോക്കി നിന്നു. തിരുവനന്തപുരത്ത് കണ്ണമ്മൂലക്കാരൻ, നമ്മളെ മധുസാറിൻ്റെ നാട്ടുകാരനാണ് ഡോക്ടർ മോഹൻദാസ്. അദ്ദേഹം റാണി ചന്ദ്രയുടെ മരണത്തോടെ അമേരിക്കയിലേക്ക് പോയി. ഇനി അഭിനയിക്കാനും സിനിമയിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി. വിവാഹിതനായി, കുട്ടികളായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് പേട്ടയിൽ താമസിക്കുന്നു എന്ന ഒരാൾ എന്നോട് പറഞ്ഞു. ഒരു ദിവസം എന്നെ കൊണ്ട് പരിചയപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി എന്ത് സംസാരിക്കാൻ അദ്ദേഹത്തോട്. സർക്കാർ ഡോക്ടറായിരുന്നതിനാൽ എൻ്റെ നാട്ടിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തുള്ള മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സർക്കാർ ആശുപത്രിയിലും അദ്ദേഹം ഡോക്ടറായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. നല്ല പെരുമാറ്റമായിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാരായ എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു. മലയൻകീഴ് സർക്കാർ ആശുപത്രിയിൽ ഇരുന്നപ്പോൾ നല്ല ഡോക്ടറായിരുന്നു മോഹൻദാസ് എന്ന് പറയുന്നു. എന്തായാലും ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള ഈ സെഗ്മെൻറ്റിൽ സ്വപ്നാടനത്തിലെ മോർച്ചറിയിലെ രാമേന്ദ്രബാബുവിൻ്റെ കിടപ്പിനെ വെച്ചുള്ള കഥ പറഞ്ഞത് കൂട്ടത്തിൽ ബാലണ്ണനെ പറ്റിയും കുറേ പറഞ്ഞു. ബാലണ്ണനെ പറ്റി ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്യാം വളരെ വിശദമായി. ഒരുപാട് പറയാനുണ്ട് ബാലണ്ണനെ പറ്റി. എന്തായാലും മൺമറഞ്ഞ റാണി ചന്ദ്രയ്ക്കും രാമചന്ദ്രബാബുവിനും കെ ജി ജോർജ് സാറിനും ഒക്കെ ഓർക്കാനും അവർക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കാനുമുള്ള ഒരു അവസരമായി ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ നിന്നുള്ള സെഗ്മെൻറ്റ് ബാലണ്ണനും ഒക്കെ ഈ ലോകം വിട്ടുപോയി. എല്ലാവരുടെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള ഈ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.